ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയ പുലിവാലികളാണ്. അയ്യപ്പ സംഗമം നടത്തണമെന്ന് അവർ തീരുമാനിച്ചു. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അത് സർക്കാരിൻ്റെ ചെലവിൽ സാധ്യമല്ല എന്നൊരു നിലപാട് കോടതിയും എടുത്തു. അപ്പോൾ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നടത്തില്ല എന്ന് ഗവൺമെൻറ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചെലവാക്കുന്നതിനെക്കുറിച്ചുള്ള അത് സീൽഡാണ്. പിന്നീട് അത് ചെലവഴിക്കാൻ പറ്റില്ല. കാരണം കോടതി കൊടുത്ത ഗവൺമെൻറ് സ്റ്റാൻഡ് അതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് നിയമസഭയിൽ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അതിനകത്ത് സ്പോൺസേഴ്സ് എത്ര തന്നിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആ സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് സത്യം പറയാത്തത് എന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്കും ഉള്ളത്. അപ്പോൾ നിയമസഭയിൽ പറഞ്ഞതാണ് ആധികാരിക രേഖ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിയമസഭയിൽ ഒരു ഉത്തരം വരണം വന്നു വരികില്ല. ആ ഉത്തരം പല രൂപത്തിൽ പ്രോസസ്സ് ചെയ്തേ വരൂ, അതല്ലാതെ വെറുതെ പറയില്ല. എഴുതി തന്ന ഉത്തരവാണ്. ആ എഴുതി തന്ന ഉത്തരത്തിനകത്ത് നിന്ന് ഗവൺമെൻറ് പുറകോട്ട് പോകാൻ കഴിയത്തുമില്ല. എന്തുകൊണ്ട് ഈ രണ്ട് സമീപനം വന്നു എന്നുള്ളത് അവർ ആണ് വിശദീകരിക്കേണ്ടത്. അത് നിങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ മതി, അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. ഹൈക്കോടതി നൽകാനുള്ള റിപ്പോർട്ട് കാലാവധിക്കുള്ളിൽ തന്നെ പഴയ സ്പോൺസർഷിപ്പ് വീണ്ടും വാങ്ങുക, ഊരാളുകൾ അടക്കമുള്ള അതുകൊണ്ട് ചെലവ് കുറച്ച് കണക്ക് പറയാൻ നൽകി, അങ്ങനെ ഇവർ മറയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത്. അതല്ല, ഇപ്പൊ വന്നിരിക്കുന്ന മാധ്യമങ്ങളിലെ വാർത്ത വന്നപ്പോൾ ഇതിന്റെ കണക്ക് തന്നെ വലിയ കുഴപ്പത്തിലാണെന്നാണ്. വരവ് ചെലവ് കണക്കിനെ കുറിച്ച് ഒത്തിരി തർക്കമുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആ കണക്ക് പുസ്തകം നോക്കിയിട്ടുള്ളതല്ല. നമ്മൾ ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു സാധാരണ പൗരന് അറിയേണ്ട അത്യാവശ്യം ചില ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ തന്ന ഇൻഫർമേഷനും കോടതിയിൽ പറഞ്ഞ കാര്യവും ഇപ്പോൾ പുറത്ത് സംസാര വിഷയം നിൽക്കുന്നത് പലതും വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അതിൽ ഏതാണ് സത്യം എന്നുള്ളത് നിങ്ങൾ മന്ത്രിയോട് ചോദിച്ചാൽ മതി. ചോദിച്ചപ്പോൾ തന്നെ മന്ത്രിക്ക് അത് കൃത്യമായ ഉത്തരം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കണക്ക് വിശദീകരിക്കാൻ കഴിയാതെ മന്ത്രിക്ക് തന്നെ വരുന്ന സാഹചര്യമാണുള്ളത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ഇതാണ്, ഗവൺമെന്റിൻ്റെതാണ്. അത് നിയമസഭ കിട്ടിയത് നമ്മളുടെ ഒരു റൈറ്റാണത്. അത് നിയമസഭ കിട്ടിയ ഉത്തരമാണ്. ആ ഉത്തരത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പല വിധത്തിലുള്ള ചർച്ചകളിലേക്ക് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെന്ന് വരികിൽ അത് വകുപ്പ് മന്ത്രിയാണ് പറയേണ്ടത്. നിങ്ങൾ അദ്ദേഹത്തോട് മന്ത്രി എല്ലാം ഈ ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് ദേവസ്വം ബോർഡ് അപ്പോൾ ഒന്നും പറയുന്നില്ലേ? അത് അപ്പോൾ അതിൻ്റെ അർത്ഥം ദേവസ്വം ബോർഡും മന്ത്രിയും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരുമോ? ഞാൻ അങ്ങനെ അനുമാനിക്കുന്നില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നത്തിനെയൊക്കെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ആയാലും ആരായാലും ജനങ്ങളുടെ മുമ്പിൽ ഈ കൺഫ്യൂഷൻ ആര് തീർക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിയമസഭയിൽ വന്നിട്ടുള്ള ഫാക്ച്വലായിട്ടൊരു പൊസിഷനുണ്ട്, ഹൈക്കോടതി കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റുണ്ട്, അതിനുശേഷം വ്യത്യസ്തമായ ചില സമീപനങ്ങൾ വരുന്നുണ്ട്. വരവ് ചെലവ് കണക്കിനെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ ഒത്തിരി അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തൊന്നും കക്ഷിയല്ല. സ്പോൺസർഷിപ്പാണ് മൊത്തത്തിൽ അയ്യപ്പ സംഗമത്തെ നിയന്ത്രിക്കുന്നത്. ഈ സ്പോൺസർമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് ധനലക്ഷ്മി ബാങ്ക് ദേവസ്വം ബോർഡിന്റെ ക്ലൈന്റ് ആണ്, രണ്ട് അദാനി, മൂന്ന് കേരള ബാങ്ക്. ഇതെല്ലാം ഈ മന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അവർ ചോദിച്ചിട്ടുള്ളത് എന്താ, സർക്കാരിൽ നിന്ന് ഇതിനകത്ത് 1 രൂപ പോലും മുടക്കരുത്, അതാണ് ഹൈക്കോടതിയുടെ വിധി. സർക്കാരിൽ നിന്ന് മുടക്കിയോ ഇല്ലയോ, അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അല്ല, ഞങ്ങളത് സ്പോൺസേഴ്സിനെ വെച്ചാണ് മേടിക്കുന്നത്, ചെയ്യാൻ പോകുന്നത് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അത് ആ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് ജനങ്ങളുടെ മുമ്പിലൊരു സംശയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായത്? അത് മാറ്റാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് അത് മാറ്റിയേ മതിയാവും. അത് നിങ്ങൾ നോക്കിയോളൂ. കണക്ക് വെച്ച് കള്ളക്കളി പറ്റിയല്ലേ, കണക്കിനകത്ത് സത്യമല്ലേ വരാൻ പറ്റും. ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ട് അതിന് ശേഷമാണ് ഈ ഒരു ആഗോള സംഘത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നിട്ട് പോലും ഇതിൽ പലരും ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല, പലതിനും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു, കണക്കിൽ വ്യത്യാസം വരുന്നു, 50 ബെഡുകൾ കാണാതാവുന്നു, അങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവുന്നു. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ കള്ളക്കളി അങ്ങനെ എന്തെങ്കിലും സംശയിക്കും. 50 ബെഡ് മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകന് ഒരു പരസ്യമായിട്ട് ഉന്നയിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചെല്ലാം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എൻ്റെ ഒരു മാന്യതയുടെ ഒരു മിനിമം പൊസിഷനിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാനതുകൊണ്ട് അതിൻ്റെ കണക്ക് പരിശോധിച്ചിട്ടില്ല.
പക്ഷെ കണക്കിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സംശയങ്ങൾ സമൂഹത്തിന് മുമ്പിലുണ്ട്. ഇവിടെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള പ്രശ്നമാണ് നിന്നത്. നിയമസഭയിൽ പറഞ്ഞത് ശരിയോ തെറ്റോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിൽ കൊടുത്തത് ശരിയോ തെറ്റോ, വ്യത്യസ്തമായ സമീപനമാണ് വന്നിരിക്കുന്നത്. ആ സമീപനം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവരല്ല പറയേണ്ടത്. അത് ചോദിച്ചോളൂ. അവർ കൃത്യമായ സത്യം പറയുകയാണെന്ന് പ്രശ്നം തീരും. അല്ലെന്നുവരികിൽ നിങ്ങൾ നല്ല അന്വേഷണാത്മക പത്രപ്രവർത്തനമുള്ള ആളുകളിലെ നിങ്ങളിതിൻ്റെ ശരിയും തെറ്റും കണ്ടുപിടിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ മറ്റൊരു വിഷയം ഇന്നലെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ LDF ഒരു പ്രചരണ ഫ്ലെക്സ് ബോർഡ് വിരിച്ചിരിക്കുന്നുണ്ട്. ഇത് മാനസിക വെല്ലുവിളിയുടെ ആൾ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തെങ്കിലും രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ? ഗൂഢാലോചനയല്ല. പക്ഷെ ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹത്തിന് എന്തിനാ വേട്ടയാടുന്നത്? യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എത്രയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ അതെല്ലാം ഉണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും എന്തിനാ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തെ വേട്ടയാടാമായിരുന്നോ? അത് ശരിയല്ല എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറയണ്ടേ? ആ കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പറയണ്ടേ? അവിടെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ഇപ്പോൾ വേറൊരു ശ്രീ ഗണേശൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഞാൻ ആ പ്രസ്താവനയെക്കുറിച്ച് ആദ്യം കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെ പോലെ ഒരാളത് പറയാമോ? എനിക്കതിൻ്റെ മുഴുവൻ കഥ അറിയാവുന്ന ആളാണ്. കഥ പറയേണ്ടി വന്നാൽ മുഴുവൻ പറയുകയും ചെയ്യും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ടും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടും യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചടച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമ്മളൊരക്ഷരം മിണ്ടാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശരിയാണോ? നീതിയാണോ? ഞങ്ങൾ എല്ലാ കഥയും അറിയാവുന്ന ഒരാളാണ് ഞാൻ. ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളുകളിൽ എല്ലാം അറിയാവുന്ന ആൾ. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ വേട്ടയാടുന്നത് എന്തിനാണ്? എന്ത് ഗുണം കിട്ടാൻ അവർക്ക്? എന്ത് ഗുണം കിട്ടാനാണ്? ഒരിക്കലും ശരിയല്ല. കോട്ടയത്ത് വീണ്ടും മത്സരങ്ങൾ ഉണ്ടാവും. പോട്ടെ, മത്സരം